നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ രൂപത്തിൽ എന്തായാലും റയൽ മാഡ്രിഡിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ വമ്പൻ മാറ്റങ്ങൾ റയൽ മാഡ്രിഡിൽ വരുന്നു. അടിമുടി മാറ്റങ്ങളാണ് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വരാൻ പോകുന്നത്. പല കടുത്ത തീരുമാനങ്ങളും അവരെടുക്കും. കാര്യം ഉറപ്പാണ്. ഫബ്രിസിയോ റൊമാനോയും ഇന്നലെ അത് തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ്. ഐ എക്സ്പെക്ട് ബിഗ് ചേഞ്ചസ് അറ്റ് റയൽ മാഡ്രിഡ് ദിസ് സമ്മർ. ഈ സമ്മറിൽ റയൽ മാഡ്രിഡിൽ വലിയ മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻ എവറിത്തിങ്, എല്ലാറ്റിലും, മാനേജ്മെൻറ്റ്, പ്ലെയേഴ്സ്, കോച്ച്, എല്ലാറ്റിലും മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആർബിലോവ തുടരാൻ വെറും 5% സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് റൂമിലെ സിറ്റുവേഷൻ വളരെ പരിതാപകരമാണ്. ദി ഡ്രസ്സിംഗ് റൂം ഈസ് ഓൺ ഫയർ. സോ ദി ക്ലബ് ബിലീവ്സ് ദേ നീഡ് എ കോച്ച് വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് ലീഡർഷിപ്പ്. ഇതാണ് അദ്ദേഹം നിലപ്പറ. അതോടൊപ്പം തന്നെ ഐ ഓൾസോ തിങ്ക് ദർ വിൽ ബി ചേഞ്ചസ് ഇൻ ടോപ്പ് മാനേജ്മെൻറ്റ് എന്നുകൂടി ഫബ്രിസിയോ റൊമാനോ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫബ്രിസിയോ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ രൂപത്തിൽ എന്തായാലും ക്ലബിന് പോകാൻ പറ്റൂല. 5% സാധ്യത ആർബിലോവ തുടരാനുണ്ട് എന്ന് പറഞ്ഞാൽ അതുമില്ല, 0% ആണ്. ഇന്നലത്തെ അടിയിലൊക്കെ ആർബിലോവ നോക്കി നിന്നു, പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ഡ്രസ്സിംഗ് റൂമിലെ കാര്യങ്ങൾ നിരന്തരം ലീക്കാവുന്നു, താരങ്ങൾ തമ്മിൽ അടിയുണ്ടാവുന്നു. റൂഡിഗറും കരേറസും തമ്മിലൊരു പ്രശ്നം കഴിഞ്ഞിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല. ഷൂമനിയും വാൽവർദേയും തമ്മിൽ ഇന്നലെ അടിപൊട്ടി, ഒരാൾ ബോധം പോയി, ഹോസ്പിറ്റലിൽ പോയി, തല പൊട്ടി സ്റ്റിച്ച് ഇടേണ്ട അവസ്ഥ വന്നു. കഴിഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സുപ്രധാനമായ കാര്യമുണ്ട്. ഖൈറാത്ത് അൽമാറ്റിക്കെതിരെയുള്ള കളിക്ക് ശേഷം ഇവർ തമ്മിൽ മര്യാദക്ക് മിണ്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രശ്നങ്ങളായിരുന്നു എന്നാണ്. ആർബിലോവയോട് സംസാരിക്കാത്ത 6 താരങ്ങളെങ്കിലും റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡിൽ ഉണ്ട് എന്ന വാർത്ത കൂടി പുറത്തേക്ക് വന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അപ്പോൾ ഇങ്ങനെ റയൽ മാഡ്രിഡ് താരങ്ങൾ ഡിവൈഡഡാണ്, 2 ചേരിയാണ് എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ എന്തായാലും ഒരു ക്ലബിന് പോകാൻ പറ്റൂല. അടിമുടി മാറ്റങ്ങൾ ഉറപ്പാണ്. അതായിരുന്നാ ചോദ്യം. ഈ റയൽ മാഡ്രിഡിൻ്റെ ഈ സ്ക്വാഡിനെ കുറിച്ച് റയൽ മാഡ്രിഡിൻ്റെ അധികൃതർ തന്നെ വിലയിരുത്തുന്നത് ഇത് ഇമ്മച്വർ സ്ക്വാഡാണ്, ലൈക്ക് സ്കൂൾ ചിൽഡ്രൻ എന്ന് ഒരു സ്പാനിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരെയൊക്കെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട്. അതിന് അടിമുടി മാറ്റങ്ങൾ ഉണ്ടാവണം. നേരത്തെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കാർലോ ആഞ്ചലോട്ടിയെ പോലുള്ളൊരു കോച്ച് താരങ്ങളെ കാമാക്കി നിർത്തിയിരുന്നു. അതിനുശേഷം വന്നവർക്ക് അതിന് കഴിഞ്ഞില്ല. സാബി അലോൺസോക്ക് ഒരു പരിധിയിലധികം അവരെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഒടുവിൽ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. ആൽവരോ ആർബിലോവക്ക് ഒരു തരത്തിലുള്ള കൺട്രോളും ഈ വിഷയങ്ങളൊന്നുമില്ല എന്നാണ് ലഭ്യമാവുന്ന വിവരം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അടിമുടി മാറ്റങ്ങളിലേക്ക് റയൽ കടക്കുന്നു. ചില താരങ്ങൾ പുറത്തു പോയേക്കും. അത് ആര് എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഷൂമനി ഓർ വാൽവർദെ, 2 ഒരാൾ പുറത്തു പോകാൻ നല്ല സാധ്യതയുണ്ട്. നിലവിൽ 2 പേരെയും വിൽക്കുന്നതിനെ പറ്റി റയൽ ആലോചിച്ചിട്ടില്ല. അത് 2 പേരും ഭാവിക്ക് ആവശ്യമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ആദ്യ നിഗമനം. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ പ്രശ്നം വെച്ച് മുന്നോട്ട് പോകാൻ എത്ര വലിയ മരമാണെങ്കിലും പുറക്ക് ചാഞ്ഞാ വെട്ടണം എന്ന് പറയാറുണ്ടല്ലോ. അത് ക്ലബിൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ഈ ടീമിൻ്റെ അടിത്തറ ഇളക്കുന്ന രൂപത്തിലുള്ള ബിഹേവിയറുമായിട്ട് നിൽക്കുകയാണെങ്കിൽ പറഞ്ഞുവിടും. അപ്പോൾ കടുത്ത തീരുമാനങ്ങൾ പ്രതീക്ഷിക്കണം. വരാനിരിക്കുന്നത് അടിമുടി മാറ്റങ്ങളുടെ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.